ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, എല്ലാ കുടുംബങ്ങളിലും ചെറിയ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും സാധാരണമാണ്. എന്നാൽ ചില കുടുംബങ്ങളിൽ എന്തു ചെയ്താലും പരാജയങ്ങൾ മാത്രം സംഭവിക്കാറുണ്ടോ? ഒരു പ്രശ്നം തീരുമ്പോൾ അടുത്ത പ്രശ്നം വന്നുകൊണ്ടിരിക്കുന്നു. കഠിനാധ്വാനം ചെയ്തിട്ടും ദാരിദ്ര്യം മാറുന്നില്ല. കുടുംബ അംഗങ്ങൾ തമ്മിൽ എപ്പോഴും കലഹങ്ങൾ. ഇതെല്ലാം വെറും നിർഭാഗ്യം കൊണ്ട് ആണെന്ന് കരുതി നിങ്ങൾ സമാധാനിക്കാറുണ്ടോ? എന്നാൽ ആത്മീയമായി ചിന്തിച്ചാൽ അത് വെറുമൊരു നിർഭാഗ്യമല്ല, മറിച്ച് നിങ്ങളുടെ കുടുംബത്തെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന വലിയൊരു ആത്മീയ ബന്ധനം ആയിരിക്കാം. നിങ്ങളുടെ കുടുംബത്തെ തകർക്കാൻ അന്ധകാര ശക്തികൾ അദൃശ്യമായ ചങ്ങലകൾ കൊണ്ട് നിങ്ങളെ ബന്ധിച്ചിരിക്കുകയാണ്. ഒരു രോഗം വന്നാൽ ആദ്യം അതിൻ്റെ ലക്ഷണം കണ്ടെത്തണം, എങ്കിൽ മാത്രമേ മരുന്ന് നൽകാൻ കഴിയൂ. അതുപോലെ നിങ്ങളുടെ കുടുംബത്തിൽ ആത്മീയ ബന്ധനം ഉണ്ടെന്ന് തെളിയിക്കുന്ന ചില ലക്ഷണങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഇന്ന് ബൈബിളിൻ്റെ വെളിച്ചത്തിൽ വെളിപ്പെടുത്താൻ പോകുന്നത്. ഇത് തിരിച്ചറിഞ്ഞാൽ വലിയൊരു വിടുതലിലേക്ക് നിങ്ങൾക്ക് കടന്നു വരാൻ സാധിക്കും. നിങ്ങളുടെ കുടുംബത്തെ സകല ശാപങ്ങളിൽ നിന്നും സ്വതന്ത്രരാക്കാൻ സഹായിക്കുന്ന വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ വളരെ ശ്രദ്ധയോടെ കേൾക്കുക. ഈ വലിയ സത്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് തൻ്റെ കുടുംബത്തിലുള്ള സകല ആത്മീയ ബന്ധനങ്ങളും യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് തന്നെ പൊട്ടിപ്പോകണമെന്ന് ആഗ്രഹിക്കുന്ന സകലരും താഴെ കമൻറ്റ് ബോക്സിൽ ഇപ്രകാരം ഒന്ന് വലിയൊരു വിശ്വാസത്തോടെ എഴുതുക: കർത്താവെ, എൻ്റെ കുടുംബത്തെ വരിഞ്ഞ് മുറുക്കിയിരിക്കുന്ന സകല ആത്മീയ ബന്ധനങ്ങളെയും അവിടുത്തെ തിരുരക്തത്താൽ ഇന്ന് തന്നെ മുറിച്ച് മാറ്റണമേ. നിങ്ങളുടെ ഈ പ്രാർത്ഥന നിങ്ങളുടെ കുടുംബത്തിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള വലിയൊരു ചുവടുവെപ്പ് ആകട്ടെ. ഒന്നാമതായിട്ടുള്ള ലക്ഷണം ഇതാണ്: തലമുറകളായി തുടർന്നു വരുന്ന ഒരേ തരം തകർച്ചകളും ദുശീലങ്ങളും. നിങ്ങളുടെ കുടുംബത്തിൻ്റെ ചരിത്രം ഒന്ന് പരിശോധിച്ചു നോക്കുക. മുൻ പിതാക്കന്മാരിൽ ഉണ്ടായിരുന്ന ദുശീലങ്ങളോ വിവാഹ മോചനങ്ങളോ സാമ്പത്തിക തകർച്ചകളോ ഈ തലമുറയിലും കൃത്യമായി ആവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് വെറുമൊരു യാദൃച്ഛികതയല്ല. പുറപ്പാട് 20:5 പറയുന്നു: എന്നെ വെറുക്കുന്ന പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് അവരുടെ മക്കളെ 3ഉം 4ഉം തലമുറ വരെ ഞാൻ ശിക്ഷിക്കും. പൂർവികർ ചെയ്ത പാപങ്ങളോ അവർ ഏർപ്പെട്ട മന്ത്രവാദങ്ങളോ ആയിരിക്കാം ഈ വലിയ ബന്ധനത്തിന് കാരണം. യേശുവിൻ്റെ തിരുരക്തം കൊണ്ട് മാത്രമേ ഈ വലിയ ചങ്ങല പൊട്ടിക്കാൻ കഴിയൂ. രണ്ടാമത്തെ ലക്ഷണം നിങ്ങളുടെ വീടിനുള്ളിലെ സമാധാനത്തെക്കുറിച്ചുള്ളതാണ്. കാരണമില്ലാത്ത നിരന്തരമായ വഴക്കുകളും കലഹങ്ങളും വിദ്വേഷങ്ങളും. നിങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും പരസ്പരം സ്നേഹമായിരിക്കാം, എന്നാൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ എന്തെങ്കിലും ചെറിയ കാര്യത്തിന് വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാകും. വചനം പറയുന്നു: കലഹം നിറഞ്ഞ വീട്ടിലെ വിരുന്നിനേക്കാൾ അഭികാമ്യം സ്വസ്ഥതയോടെ കഴിക്കുന്ന ഉണങ്ങിയ അപ്പകഷ്ണമാണ്. നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകരുത് എന്നും നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കരുത് എന്നും ശക്തിയുടെ വ്യക്തമായ ഇടപെടലുകളാണിത്. മൂന്നാമത്തെ ലക്ഷണം നിങ്ങളുടെ സാമ്പത്തിക മേഖലയെ ബാധിക്കുന്നതാണ്. കഠിനാധ്വാനം ചെയ്തിട്ടും മാറാത്ത ദാരിദ്ര്യം, കടങ്ങളും. രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങൾ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നുണ്ട്, എന്നാൽ എങ്ങനെയൊക്കെയോ നിങ്ങളുടെ കൈകളിൽ നിന്ന് ആ പണം നഷ്ടപ്പെട്ടു പോകുന്നു. കടങ്ങൾ പെരുകുന്നു. വചനം പറയുന്നത് നോക്കൂ. ഇതിനൊരു വ്യക്തമായ ഉത്തരമുണ്ട്: നിങ്ങൾ ഏറെ വിതച്ചു, കുറച്ചു മാത്രം കൊയ്തു. നിങ്ങൾ ഭക്ഷിക്കുന്നു, ഒരിക്കലും തൃപ്തരാകുന്നില്ല. നിങ്ങൾ പാനം ചെയ്യുന്നു, തൃപ്തി വരുന്നില്ല. നിങ്ങൾ വസ്ത്രം ധരിക്കുന്നു, ആർക്കും കുളിര് മാറുന്നില്ല. കൂലി ലഭിക്കുന്നവന് അത് ലഭിക്കുന്നത് ഓട്ടസഞ്ചിയിൽ ഇടാൻ മാത്രം. നിങ്ങളുടെ സാമ്പത്തിക മേഖലയെ ബന്ധിച്ചിരിക്കുന്ന ഒരു ആത്മീയ തടസ്സമാണിത്. നിങ്ങൾ എത്ര സമ്പാദിച്ചാലും അത് ഓട്ടക്കിഴിയിൽ ഇടുന്നത് പോലെ അവിടെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ അവിടെ ദൈവത്തിൻ്റെ ഇടപെടൽ അല്ലെങ്കിൽ അനുഗ്രഹം തടയപ്പെട്ടിരിക്കുന്നു. നാലാമത്തെ അടയാളം നിങ്ങളുടെ വിജയത്തെ തടയുന്നതാണ്. അവസാന നിമിഷം കൈവിട്ടു പോകുന്ന ഭാഗ്യങ്ങൾ. എല്ലാം ശരിയായി എന്ന് കരുതി ഇരിക്കുമ്പോഴായിരിക്കും അവസാന നിമിഷം ആ ജോലി നഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ ഉറപ്പിച്ച വിവാഹം മുടങ്ങുന്നത്. ഇതുപോലെ പല കാര്യങ്ങളും അവസാന നിമിഷത്തിൽ കൈവിട്ടു പോകാറുണ്ട്. എപ്പോഴും വിജയത്തിൻ്റെ തൊട്ടടുത്തെത്തുമ്പോൾ വലിയൊരു മതിൽ നിങ്ങളുടെ മുൻപിൽ വരും. നിയമാവർത്തനം 28:29 പറയുന്നു: കുരുടൻ അന്ധകാരത്തിൽ എന്നപോലെ നീ മധ്യാഹ്നത്തിൽ തപ്പിത്തടയും. നിന്റെ വഴിയിൽ ഒരിക്കലും നീ മുന്നേറുകയില്ല. നീ സദാ മർത്യതനും ചൂഷിതനും ആയിരിക്കും.
ആരും നിങ്ങളെ സഹായിക്കുകയില്ല. ഇത് നിങ്ങളുടെ കഴിവുകേടല്ല, നിങ്ങളെ മുന്നോട്ട് പോകാൻ അനുവദിക്കാതെ കാലിൽ പിടിച്ചു വലിക്കുന്ന ആത്മീയ ശത്രുക്കളുടെ ചങ്ങലയാണിവ. അഞ്ചാമത്തെ ലക്ഷണം നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ളതാണ്. മെഡിക്കൽ റിപ്പോർട്ടുകളിൽ കുഴപ്പമില്ലെങ്കിലും മാറാത്ത അസുഖങ്ങൾ കുടുംബത്തിലെപ്പോഴും ഒരാൾക്ക് മാറി മറ്റൊരാൾക്ക് എന്ന പോലെ വന്നുകൊണ്ട് ഇരിക്കുന്നുണ്ടോ? എത്ര ഡോക്ടറെ കാണിച്ചാലും സ്കാനുകൾ ചെയ്താലും റിപ്പോർട്ടുകളിൽ ഒരു കുഴപ്പവുമില്ല. പക്ഷേ എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. വചനം വ്യക്തമാക്കുന്നുണ്ട്, ചില രോഗങ്ങൾ ശാരീരികമല്ല, മറിച്ച് സാത്താൻ കൊണ്ടുവരുന്ന ആത്മീയ ബന്ധനങ്ങളാണ്. ആറാമത്തെ ലക്ഷണം നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ ബാധിക്കുന്നതാണ്. പ്രാർത്ഥിക്കാനുള്ള കടുത്ത വെറുപ്പും മടുപ്പും, ഉറക്കം വരിക, ബൈബിൾ വായിക്കാൻ തോന്നാതിരിക്കുക. റോമ 8:7 പറയുന്നു, ജഡിക താൽപ്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിൻ്റെ ശത്രുവാണ്. അത് ദൈവത്തിൻ്റെ നിയമത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടാൻ അതിന് സാധിക്കുകയുമില്ല. നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ആത്മീയ ബന്ധനം ഒരിക്കലും നിങ്ങളെ പ്രാർത്ഥിക്കാൻ അനുവദിക്കുകയില്ല. കാരണം നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ആ ചങ്ങല പൊട്ടിപ്പോകുമെന്ന് പിശാചിന് നല്ലതുപോലെ അറിയാം. ഏറ്റവും അവസാനത്തെയും ഏഴാമത്തെയും ആയ ലക്ഷണം ഇതാണ്: അകാരണമായ ഭയവും ദുസ്വപ്നങ്ങളും, വീടിനുള്ളിലെ വല്ലാത്തൊരു ഭാരവും. നിങ്ങൾ വീടിന് പുറത്തായിരിക്കുമ്പോൾ സന്തോഷത്തിലായിരിക്കാം, എന്നാൽ വീട്ടിലേക്ക് കയറുമ്പോൾ വല്ലാത്തൊരു ഭാരം നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നു. രാത്രികളിൽ ദുസ്വപ്നങ്ങൾ കാണുന്നു. ആരോ നിങ്ങളെ നോക്കി നിൽക്കുന്നത് പോലെയുള്ള ഒരു ഭയം. വചനം പറയുന്നു, എന്തെന്നാൽ ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല ദൈവം നമുക്ക് നൽകിയത്, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മനിയന്ത്രണത്തിൻ്റെയും ആത്മാവിനെയാണ്. ദൈവം തരുന്ന സമാധാനം നിങ്ങളുടെ ഭവനത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുവെന്ന്, അന്ധകാര ശക്തി നിങ്ങളുടെ വീടിനെ നിയന്ത്രിക്കുന്നുവെന്നും എന്നതിൻ്റെ വ്യക്തമായ തെളിവാണിത്. പ്രിയ സഹോദരങ്ങളെ, ഈ 8 ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ ഭവനത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഭയപ്പെടരുത്. കാരണം ഈ ലോകത്തിൻ്റെ സകല ബന്ധനങ്ങളെയും കാൽവരി ക്രൂശിൽ തകർത്തവനാണ് നമ്മുടെ കർത്താവായ ഈശോ. ദൈവത്തിൽ കൂടുതലായിട്ട് അടുക്കുക, ഉപവസിച്ച് പ്രാർത്ഥിക്കുക, മാനസാന്തരപ്പെട്ടുകൊണ്ട് ജീവിക്കുക. ആത്മീയതയെ തകർക്കുന്ന സകല ചങ്ങലകളും പൊട്ടിപ്പോകും. ആത്മീയമായ ഒരു കവചം നിങ്ങളുടെ വീടിന് ചുറ്റും വലിയ ഒരു ആയുധമായി തന്നെ നിലനിൽക്കും. വീടിന് പുറത്തും വീടിനകത്തുമായി ദൈവത്തിൻ്റെ ഒരു കാവൽ നിനക്ക് ഉണ്ടാകും. പരിശുദ്ധാത്മാവിൻ്റെ ഒരു കൂട്ടായ്മ നിനക്ക് ഉണ്ടാകും. ദൈവത്തിൻ്റെ സ്നേഹം നീ രുചിച്ചറിയും. നിന്നിലും നിൻ്റെ ഭവനത്തിലും ദൈവിക തേജസ് മറ്റുള്ളവർ കാണും. ദുഷ്ടശക്തികൾ നിന്നെയും നിൻ്റെ ഭവനത്തെയും കണ്ട് ഭയപ്പെടും. ഈ കേട്ട വചനത്താൽ ദൈവം നമ്മെ ഓരോരുത്തരെയും ഓർന്ന് അനുഗ്രഹിച്ച് കാത്ത് പരിപാലിക്കുമാറാകട്ടെ. ആമേൻ.